ഇനി നമുക്ക് നന്നായി സർവത്ത് ഉണ്ടാക്കാം. നമ്മുടെ പറമ്പിൽ നിന്ന് ഇത് കിട്ടും. ഇതാകുമ്പോൾ നല്ല രുചിയുണ്ടാവും, മണം ഉണ്ടാവും. കിട്ടുന്ന സാധനം കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണിത്. നമ്മുടെ ഈ റബ്ബറിൻ്റെ തിണ്ടിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും കൂടുതലും കാണുക. അതാകുമ്പോൾ സുഖമായിട്ട് നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം. നന്നാരിയുടെ വേര് മാത്രമേ എടുക്കുന്നുള്ളൂ, അതാണ് ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ നന്നായിട്ട് കഴുകണം, പൊടിയും മണ്ണൊക്കെ കൂടുതലുണ്ടാവും. പിന്നെ ഇതിനകത്തൊരു കിഴി കെട്ടിയിടുകയാണെങ്കിൽ അത്രയും നല്ലത്. നേരിട്ടിടനേക്കാളും നല്ലത് അതാണ്. നമുക്ക് പിന്നെ എടുക്കുകയും ചെയ്യാം. ആദ്യം കുറച്ച് പഞ്ചസാര എടുത്ത് ഉരുക്കണം, കാരണം ഇതിന് കളർ കിട്ടണമെങ്കിൽ കുറച്ച് ഉരുക്കിയാൽ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ കളർ വരത്തില്ല. എത്രത്തോളം ഉരുക്കുന്നോ അത്രത്തോളം കളർ നന്നായിട്ട് വരും. ഞാനിവിടെ നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്, ഈ കളർ വരാൻ വേണ്ടിയാണ്. ഞാനിവിടെ 1 ലിറ്റർ വെള്ളം ഒഴിക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ പഞ്ചാരയാണ് ഉപയോഗിക്കുന്നത്. ബാക്കി പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് കിഴിയും ആ വെള്ളവും നീരും കൂടെ ഇതിനകത്തിട്ട് 2 ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് വറ്റിക്കണം, കുറുക്കി വറ്റണം. അത്യാവശ്യം വറ്റി കഴിയുമ്പോൾ ഒരു ടൈറ്റാവും. ആ ടൈറ്റാകുമ്പോൾ വാങ്ങി വെക്കുക. അതോടൊപ്പം കിഴിയും എടുത്ത് മാറ്റി വെക്കുക. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയായിരിക്കും, ഇത്രയും കട്ടി. ഞാൻ ഇത്രയും കട്ടിയിലാണ് വെച്ചേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. പിന്നെ ഒരു കുഞ്ഞിന് നാരങ്ങ എടുക്കുക, ബാക്കി പേര് തുടങ്ങുക.